ഹലോ കൂട്ടുകാരെ, ഖത്തറിലുള്ളവരും ഖത്തറിലേക്ക് ഇനി വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ബനാന ഐലൻഡ്. അപ്പം ബനാന ഐലൻഡിലേക്ക് ഒന്ന് പോയി വന്നാലോ? അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു ബോട്ടിൽ കയറിയിട്ട് അനന്താര പോർട്ടിൽ നിന്നാണ്, കോണ്ടിഷിൽ അനന്താര പോർട്ടിൽ നിന്നാണ് നമ്മൾ ബോട്ടിൽ പോകുന്നത്. ഏകദേശം 15 മുതൽ 20 മിനിറ്റത്തെ സർവീസ് ആട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ അത് കണ്ടില്ല, നല്ല കോണ്ടിഷിൻ്റെ നല്ല മനോഹരമായുള്ള വ്യൂ, ആ ബിൽഡിംഗ് ഒക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നൊക്കെ ഇങ്ങനെ കണ്ട് സുഖവാക്കിഫിൻ്റെയും ഒക്കെ ആ ഏരിയ ഒക്കെ ഇങ്ങനെ കണ്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് പോവാം. നല്ല രസമാട്ടോ. പിന്നെ ബോട്ടിൻ്റെ ഉള്ളിൽ ഇൻസൈഡ് ഫെസിലിറ്റി ഒന്ന് പറയേണ്ട നല്ല ഭംഗിയാണ്. നമ്മളൊരു എയറോപ്ലെയിനിലൊക്കെ കയറിയാലും ഒക്കെ രസമാണ്, നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള ബോട്ട്. അത് നമ്മൾ കയറി ഉടനെ നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് തരും, അതുപോലെ തന്നെ ഡേറ്റ്സ് ഉണ്ടാവും, വെള്ളം ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഡേറ്റ്സ് ഒക്കെ നമുക്ക് പിന്നെയും വേണമെങ്കിൽ വാങ്ങിച്ച് കഴിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങളിതൊക്കെ കഴിച്ച് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. സംഭവം നല്ല രസമാണ്. ബോട്ടിൻ്റെ എക്സിറ്റ് വ്യൂ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല, കാരണം ഈ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊരു ഡിസ്റ്റർബൻസ് ഒന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ എടുക്കാൻ നിന്നില്ല. കാരണം നമ്മൾ മാത്രമല്ല, ബാക്കി പരമാവധി വേറെ ആൾക്കാരൊക്കെ കൊള്ളാത്ത രീതിയിൽ, സ്ട്രേഞ്ചേഴ്സ് ഒന്നും വീഡിയോസിൽ വരാത്ത രീതിയിൽ എടുക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ചെക്ക് ഇൻ ചെയ്തു, നമ്മുടെ ലഗേജൊക്കെ അവിടെ ഏൽപ്പിച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ആ ഏരിയയൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങി. അവിടെ കുറേ വില്ലാസ് ഉണ്ട്, അതേപോലെ തന്നെ ഈ അപ്പാർട്ട്മെൻറ്റ് കണക്കുണ്ട്. അങ്ങനെ ഏരിയയൊക്കെ ഇങ്ങനെ കുറേ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നമ്മുടെ കൂടെ വന്ന ഗൈഡ് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ഏത് ടൈമിങ്ങിലാണ് ഹോട്ടലൊക്കെ വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ ഹോട്ടൽ ഏതൊക്കെ ടൈപ്പ് ഫുഡ് കിട്ടും. അപ്പോൾ അവിടെ അറേബ്യൻ ഫുഡ് ഉണ്ട്, മെക്സിക്കൻ, ചൈനീസ്, അങ്ങനെ പല ടൈപ്പ് ഫുഡുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മോർണിംഗിൽ അവിടെ വന്നിട്ടാണ് കോംപ്ലിമെൻ്ററി ഫുഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മസ്റ്റാണ് ബിഗിലെ 2 ദിവസം മോർണിംഗിലത്തെ കോംപ്ലിമെൻ്ററി ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ അത് ഏത് ഹോട്ടലിൽ വെച്ചിട്ടാണ്, അപ്പോൾ അതൊക്കെ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റൂമിലേക്ക് പോയി. കാരണം നല്ല വെയിലാണ്. അപ്പം എല്ലാവരും ആ ടൈമിലൊന്ന് ഇറങ്ങി കാണാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല, കാരണം ആദ്യം ഒന്ന് ഫ്രഷ് ആവണം, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം, എന്നാലേ നമുക്ക് ചില്ലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നല്ല കട്ട വെയിൽ, ഈ 1 മണി 2 മണി ടൈമാണ്. അപ്പോൾ ഒന്നും പറയേണ്ട, നല്ല വെയിൽ. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി എന്നുള്ള വ്യൂ. സംഭവം നല്ല രസമായിട്ട്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്, ഒന്നും പറയാനില്ല, നല്ല രസമാണ്. ഇവിടെ 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ റൂം ഫെസിലിറ്റീസ് ആണ് ഉള്ളത്. ഞങ്ങൾ 3 സ്റ്റാർ ആണ് സെലക്ട് ചെയ്തത്. പിന്നെ വില്ലാസൊക്കെ ഉണ്ട് കേട്ടോ, ഈ കടലിലേക്ക് ഇറങ്ങിയിരിക്കുന്ന വില്ലകളൊക്കെ ഉണ്ട്. അവിടെ സെപ്പറേറ്റ് പൂൾ ഉണ്ടാവും, അതൊരു 2 ബെഡ്റൂം, ഹോള്, അങ്ങനെ എല്ലാ സംവിധാനം. ഇപ്പോൾ കുറച്ചൊരു വലിയ ബിഗ് ഫാമിലിയൊക്കെയാണ് വരുന്നതെങ്കിൽ എല്ലാവർക്കും നല്ല സുഖമായിട്ട് നിൽക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ നല്ല എക്സ്പെൻസീവാണ്. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ നൈറ്റിലൊക്കെ ഫുഡ് അവിടെ നിന്നാണ് കഴിച്ചത്. നല്ല എക്സ്പെൻസീവാണ്. ഇപ്പോൾ നമ്മുടെ ഖത്തറിയാലേക്ക്, അപ്പോൾ ഇന്ത്യൻ റുപ്പീസ് നമുക്ക് 5000-6000 ഒക്കെ വരും. നല്ല പൈസ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം, നമ്മൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനാണെങ്കിൽ, ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാനാണെങ്കിൽ നല്ല എക്സ്പെൻസീവാണ്. പിന്നെ ഞങ്ങളൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ പിന്നെ സൈക്കിളൊക്കെ റെൻറ്റിനെടുത്ത് അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം സൈക്കിളൊക്കെ ചവിട്ടി എല്ലാ സ്ഥലങ്ങളും, നേരത്തെ നമ്മൾ വണ്ടിയിൽ പോയില്ലേ, ആ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി. പിന്നെ അവിടെ കയാക്കിംഗ് ഉണ്ട്, സ്കൂബ ഡൈവിംഗ് ഉണ്ട്, അല്ലാണ്ടുള്ള ഈ സ്പീഡ് ബോട്ട്, അങ്ങനെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും നമ്മൾ സെപ്പറേറ്റ് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പക്ഷെ നല്ല രസമാണ്. നമ്മളിപ്പോൾ വന്ന സ്ഥിതിക്ക് നമ്മൾ ഇതൊക്കെ കയറി കാണണമല്ലോ. അങ്ങനെ സ്കൂബ ഡൈവിംഗ് ഒക്കെ പോകാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ റെഡി ആയിട്ടൊക്കെ നിന്നെല്ലാം പോയി കണ്ടപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന കാര്യം വന്നപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ ഇറങ്ങില്ല, അതുകൊണ്ട് ഞാൻ ഇക്കാൻ ഇറക്കില്ല. പാവം, അതിന് നല്ല ആഗ്രഹമായിരുന്നു. ഞാൻ ആദ്യം നമ്മളൊരു പൂള് ഇതിലിട്ടിട്ട് കൊണ്ടുപോയിട്ട് നമ്മളവർ പ്രാക്ടീസൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അവർ നമ്മൾ കടലിലാക്കുള്ളൂ. എന്നാലും എനിക്ക് എന്തോ കണ്ടിട്ട് തന്നെ ശ്വാസം മുട്ടുന്ന ഒരു ഫീലിംഗ്. പക്ഷേ ഇനി ഒരു അവസരം കിട്ടി ഞാൻ പോകട്ടോ. കാരണം അന്നത് അത്രയും ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഞാൻ മിസ് ചെയ്തല്ലോ എന്ന് ഓർത്തിന്ന് എനിക്ക് നല്ല സങ്കടമുണ്ട്. എന്തൊക്കെയാണേലും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈവനിങ് സൈക്കിളൊക്കെ റെൻറ്റിനെടുത്ത് ചവിട്ടി. അത് കഴിഞ്ഞിട്ട് പൂളിൽ കുറേ സമയം കളിച്ചു. അപ്പോൾ നമ്മളൊരു ജനുവരി ടൈമിലാണ് പോകുന്നത്. അപ്പോൾ ഈ ഖത്തറിൽ ഏകദേശം ഒരു വിൻ്റർ ടൈമാണ്, നല്ല മോശമില്ലാത്ത തണുപ്പൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ നല്ലൊരു വൈബാണ്. പിന്നെ കുറേ സമയം മറ്റേ നമ്മുടെ കടലിൻ്റെ ഒക്കെ ഏരിയ കൂടെ ഇങ്ങനെ നടന്നു, കുറേ കക്കശെല്ലൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളങ്ങനെ അന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്തു. പിറ്റേ ദിവസം പിന്നെ എനിക്ക് തന്നെ കോംപ്ലിമെൻ്ററി മീൽ കേട്ടോ മനസ്സിൽ വന്നത്. നേരെ ബ്രേക്ക്ഫാസ്റ്റ് പോയി നല്ലോടെ കഴിച്ച് വയറ് നിറച്ച് കഴിച്ച്. ഉച്ചയ്ക്കൊന്നും പിന്നെ വേണ്ടി വന്നില്ല, കാരണം പിന്നെ ശ്വാസം വലിക്കണമെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലായിട്ട് ഒന്നും പറയണ്ട. അങ്ങനെ അത് കഴിച്ച് നല്ല ഫുഡൊക്കെയാണ്, നല്ല ഫെസിലിറ്റിയാണ്, നല്ല ഹൈജീനാണ്, ഒന്നും പറയണ്ട. നമ്മളൊന്ന് മനസ്സെങ്കിലും ലൈഫിലൊന്ന് പോകേണ്ട സ്ഥലം കേട്ടോ. നിങ്ങൾക്കെല്ലാം പറ്റുവാണെങ്കിൽ പോവാം. എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് പോകാൻ ശ്രമിക്കാം. ഞങ്ങൾ ഒരു 3-4 മാസത്തെ സാലറി കൂട്ടി വെച്ചിട്ടാട്ടോ ഞങ്ങൾ പോയത്. അങ്ങനെ കുറച്ച് ഞങ്ങൾ 2 പേരും കൂടെ മാറ്റി വെക്കും. അങ്ങനെയാണ് ഞങ്ങൾ ആ ട്രിപ്പ് പോയത്. അപ്പോൾ അതേപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ പോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.